بسم الله الرحمن الرحيم. بسم الله. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. وصلى الله وسلم على نبينا وحبيبنا محمد الأمين وآله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين وحسن أولئك رفيقا. أما بعد. അപ്പോൾ നമ്മുടെ പേജ് നമ്പർ 520. എത്രായത് 38 വരെ എടുത്തു. വസ്ബിർ അലാമായ ഖൂലൂന അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഓതല്ലേ? പേജ് നമ്പർ 520 ആണ്, മുഴുവനാണ് ഓതാം അല്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وكم أهلكنا قبلهم من قرن هم أشد منهم بطشا فنقبوا في البلاد هل من محيص إن في ذلك لذكرى لمن كان له قلب أو ألقى السمع وهو شهيد. ولقد خلقنا السماوات والأرض وما بينهما في 6 أيام وما مسنا من لغوب فاصبر على ما يقولون وسبح بحمد ربك قبل طلوع الشمس وقبل الغروب ومن الليل فسبحه وأدبار السجود واستمع يوم ينادي المنادي من مكان قريب يوم يسمعون الصيحة بالحق ذلك يوم الخروج إنا نحن نحيي ونميت وإلينا المصير يوم تشقق الأرض عنهم سراعا ذلك حشر علينا يسير نحن أعلم بما يقولون وما أنت عليهم بجبار فذكر بالقرآن من يخاف وعيد. അപ്പോൾ ഞാൻ പേജ് നമ്പർ അങ്ങോട്ട് ചോദിക്കാനുള്ള കാരണേ ഒരു കള്ളത്തരം ഉണ്ടായിക്കൂടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. സത്യത്തിൽ നമ്മുടെ സുഹൃത്ത് വായിച്ചോ പിന്നെ മനസ്സിന്റെ ഡിലറ്റായി പോയിരുന്നു, എല്ലാം പോയിരുന്നു. എങ്ങനെയാണ് അത് നിങ്ങളോട് പറയാതെ രക്ഷപ്പെടാൻ നോക്കാൻ വേണ്ടിയിട്ടാണ് വെജിറ്റബിൾ ചോദിച്ചത്. പിന്നെ എനിക്ക് തോന്നി അതൊരു കള്ളത്തരാകും. അപ്പോ ഞാൻ നാട്ടിൽ നിന്ന് ഇവിടെ വരെ ആലോചിക്കാൻ തുടങ്ങിയെങ്കിൽ ഏതാ പഠിച്ചവന്റെ സൂറത്ത് അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പൊ എനിക്ക് മനസ്സിലുണ്ട്. വലഖദ് ഖലഖന സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ഫീ 6 അയ്യാമിൻ. 7 ദിവസങ്ങളോ അല്ലെങ്കിൽ 7 ഘട്ടങ്ങളോ 6 ദിവസങ്ങളോ അല്ലെങ്കിൽ 6 ഘട്ടങ്ങളോ ആയി പ്രപഞ്ച സംവിധാനം നിർവഹിച്ചതിന്റെ പേരിൽ അല്ലാഹുവിന് യാതൊരു ക്ഷീണവും സംഭവിച്ചിട്ടില്ല. കുല്ലു യൗമിൻ ഹുവ ഫീ ശൈഇൻ. അവൻ നിരന്തരം കർമ്മോത്സുകൻ തന്നെയാണ്. അള്ളാഹുവിന്റെ ആധിപത്യത്തിനും ആരാധ്യരക്കമുള്ള അവകാശവാദങ്ങളിലൊന്നും അത് തന്നെയാണ്. ഇങ്ങനെയൊരു ആരാധിക്കപ്പെടുന്ന ഒരു ശക്തിക്കും ഇങ്ങനെയൊരു കഴിവ് ഇല്ല. അത് ഏത് മതവിഭാഗങ്ങളുടെ ആരാധ്യന്മാരാണെങ്കിലും അവർക്കൊക്കെ ഉറക്കമുണ്ട്, ക്ഷീണമുണ്ട്, തളർച്ചയുണ്ട്, മാനുഷിക വികാര വിചാരങ്ങളൊക്കെയും ഉണ്ടായിട്ടുണ്ട്. ഭൂമിയിൽ ജനിച്ചവരാണ്, കുഞ്ഞായി വളർന്നവരാണ്, മരണപ്പെട്ടവരാണ്, അതല്ലെങ്കിൽ കൊല്ലപ്പെട്ടവരാണ്, അതുമല്ലെങ്കിൽ വൈകുണ്ഠവാസത്തിലേക്ക് തിരിച്ചുപോയവരാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, നിരന്തരം കർമ്മോത്സുകനാണ്. ലാ തഖുദുഹു
സിനത്തും വലാ നൗം ലാ വഖബന വൽഹവ വഖുലിൽ ഹംദുലില്ലാഹില്ലദീ ലം യത്തഖിദ് വലദൻ വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്കി വലം യകുൽ ലഹു വലിയ്യുൻ മിനദ്ദുൽ എന്നാണ്. വലം യകുൽ ലഹു വലിയ്യുൻ മിനദ്ദുൽ. എന്തെങ്കിലും ഒരു കുറവുണ്ടായിട്ട്, എന്തെങ്കിലും ഒരു നിസ്സഹായതയുണ്ടായിട്ട് മറ്റെന്തിൻ്റെയെങ്കിലും ഒരു സഹായം തേടേണ്ടുന്ന ഒരാവശ്യവുമില്ലാത്തവനാകുന്നു നിങ്ങളുടെ റബ്ബായ അല്ലാഹു. അങ്ങനെ ഒരു റബ്ബിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനും സ്വീകരിക്കാനും സാഹചര്യമുണ്ടായതിൽ മറ്റുള്ളവർക്കില്ലാത്ത ആ നിഅമത്തിന്റെ പേരിൽ വഖുൽ അൽഹംദുലില്ലാഹ്. ഖുർആൻ പറയാം വഖുൽ അൽഹംദുലില്ലാഹ്. മറ്റൊരായത്തിൽ വകബ്ബിർഹു തക്ബീറാ. അതിന്റെ പേരിൽ നിങ്ങൾ അല്ലാഹു അക്ബർ കബീറാ എന്ന് പറയണം നമ്മൾ. കാരണം എല്ലാ സമയത്തും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന, അങ്ങനെയല്ലേ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസിഅൻ നഹാർ വയബ്സുതു നഹാറ ലിയതൂബ മുസിഅൽ ലൈൽ. രാത്രി ചെയ്ത വീഴ്ചകൾക്ക് മാപ്പ് ചോദിക്കുന്നവർക്ക് മാപ്പ് നൽകാൻ വേണ്ടി, തൗബ നൽകാൻ വേണ്ടി പകലിലും, പകൽ വീഴ്ച വന്നവർ മാപ്പപേക്ഷിച്ചാൽ ആ തൗബ സ്വീകരിക്കുവാൻ വേണ്ടി രാത്രിയിലും അള്ളാഹു സന്നദ്ധനായി ഇരിക്കുകയാണ് എന്ന് പറഞ്ഞിടത്ത് വകബ്ബിർഹു തക്ബീറാ എന്ന് നമുക്ക് ഉറച്ചു പറയാം. അല്ലാഹു അക്ബർ കബീറാ വൽഹംദുലില്ലാഹി കസീറാ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീലാ. അല്ലാഹു തന്നെയാണ് മഹാൻ, സ്തുതികൾ അധികവും അവന് തന്നെയാണ്. രാവിലെയും വൈകുന്നേരവും എല്ലാ വിശുദ്ധിയും പരിശുദ്ധിയും അള്ളാഹുവിന് തന്നെയാണ് എന്ന് പറയേണ്ടവരാണ് നമ്മൾ. പകലത്തത് വസുകൊണ്ട് വസ്ബിർ ആലാമായ കൂലൂൻ. ആൾക്കൂട്ടം എന്തെങ്കിലും പറയട്ടെ. ഇപ്പൊ ഇവിടെ വരുമ്പോ അനീഫാക്ക പറഞ്ഞുള്ളൂ, ഇത് ശരിയല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആളുകൾ നിങ്ങൾക്ക് വിവരമില്ലാതെ നിന്റെ വെക്കിട്ട് കയറാൻ അല്ലേ? ഞാൻ ആയിട്ടൊന്ന് വായിച്ചോക്കാണി ഫസ്ബിർ അലാമായ കൂലൂൻ. അപ്പൊ ആ ആയത്ത് അനീഫാക്കാക്ക് മാത്രം പേർക്ക് നേരെയുള്ള ഉപദേശമായി. ആളുകൾ അവരെന്തെങ്കിലും പറയട്ടെ, നിങ്ങൾ ക്ഷമിച്ചേക്കുക. അല്ലാത്തൊരു ഉപദേശല്ലേ അല്ലേ? ആ ഒറ്റ ഉപദേശം ഉൾക്കൊണ്ടാൽ പിന്നീട് നമുക്ക് ടെൻഷൻ ഇല്ല, പ്രയാസമില്ല, വിഷമങ്ങളില്ല. ഒരു സൽക്കർമ്മങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാനോ ദഅവത്ത് നടത്താനോ നമുക്ക് മടിയും ഉണ്ടാവുകയില്ല. വസ്ബിർ അലാമാ യഖൂലൂൻ. നമ്മളിങ്ങനെ പറയുന്നത് ആളുകൾ കേട്ടു നിൽക്കുകയില്ല, തിരിച്ചടി ഉണ്ടാകും എന്നുകൂടെ അവിടെയുണ്ട്. പിന്നെ ലുഖ്മാൻ റളിയല്ലാഹുവിന്റെ മകന് നൽകുന്ന ഉപദേശങ്ങളിൽ ഒന്ന്, യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകരി വസ്ബിർ അലാ മാ അസാബന. മോനെ, നമസ്കാരം വിടാതെ നിലനിർത്തണം, ആളുകളോട് നല്ല കാര്യം പറയണം, ആളുകളോട് ചീത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഉപദേശിക്കണം. അതിന്റെ പേരിൽ ഉണ്ടാകുന്ന എല്ലാ തിരിച്ചടികളിലും വസ്ബിർ അലാ മാ അസാബക്, ക്ഷമിക്കുകയും വേണം. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. കാര്യങ്ങളിൽ ഏറ്റവും മെച്ചപ്പെട്ടത്, തൻ്റെ ഇടത്തോടുകൂടി ചെയ്യാൻ പറ്റുന്നത്, ശരിയായത് ആ നിലപാടാകുന്നു. ഏത് നിലപാട്? വസ്ബിർ അലാ മാ അസാബക്. നല്ലത് പറയുമ്പോൾ മക്കളിൽ നിന്ന് പോലും മുറുമുറുപ്പ് ഉണ്ടാകും, ഭാര്യയിൽ നിന്ന് മുറുമുറുപ്പ് ഉണ്ടാകും, സഹോദരന്മാരിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്നുണ്ടാകും, മാതാപിതാക്കളിൽ നിന്നുണ്ടാകും, ഭർത്താവിൽ നിന്നുണ്ടാകും, പിന്നെന്തോ നാട്ടുകാരെടുത്ത് നിന്ന് അല്ലേ? വസ്ബിർ അലാ മാ അസാബക്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇന്നല്ലാഹ മഅൽ മുഹ്സിനീൻ എന്ന് പറഞ്ഞു, മഅ സ്വാബിരീൻ എന്ന്. നന്മ ചെയ്ത് ജീവിക്കുന്നവരോടുകൂടെയും ക്ഷമിക്കുന്നവരോടുകൂടെയുമാകുന്നു അല്ലാഹു ഉള്ളത്.
വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശീ യുരീദൂന വജ്ഹഹു. അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളോടൊപ്പമാവണം. രാവിലെയും വൈകുന്നേരവും അള്ളാഹുവോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോടൊപ്പം ക്ഷമിച്ചു നിൽക്കാൻ, പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം. വസ്ബിർ അലാ മാ യഖൂലൂൻ വസബ്ബിഹ് ബിഹംദി റബ്ബിക്. റബ്ബിനെ സ്തുതിക്കുകയും പരിശുദ്ധപ്പെടുത്തുകയും ചെയ്യണം. സബ്ബിഹ് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കണം. ബിഹംദി റബ്ബിക്, റബ്ബിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നതിനോടൊപ്പം. എപ്പോ? ഖബ്ല തുലൂഇ ശംസി, സൂര്യോദയത്തിനു മുമ്പ്, വ ഖബ്ലൽ ഖുറൂബ്, അസ്തമയത്തിനു മുമ്പും. അത് ഒരു പ്രത്യേക മേഖലയാണ്. അദ്കാറു സ്വബാഹി വൽ മസാഹ് എന്ന പേരിൽ നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എഴുതിയുണ്ടാക്കിയിട്ട് അത് ബാബു ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നമ്മളുടെ ഗ്രൂപ്പുകളിൽ അന്ന് വ്യക്തിപരമായി വിതരണം ചെയ്തിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. ഓർമ്മയുള്ളത് അദ്കാറു സ്വബാഹി വൽ മസാഹ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തു തീർക്കേണ്ടുന്ന ദിക്റുകൾ ചെയ്തില്ലേ? സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തു തീർക്കേണ്ടുന്ന സുന്നത്തായ ദിക്റുകൾ. അത് ഉണ്ടോ? ഉണ്ടോ? ശരി. അപ്പൊ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും അസ്തമിക്കുന്നതിന് മുമ്പും നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്തു തീർക്കേണ്ടുന്ന ചില ദിക്റുകൾ, അത് നമ്മൾ നിലനിർത്തിക്കൊണ്ടു പോകണം. വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വ ഖബ്ലൽ ഖുറൂബ്. അതെപ്പോഴാ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? സുബ്ഹി നമസ്കാരത്തിന് ശേഷം, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, മാബൈന തുലൂഇ ഫജ്രി ഇലാ തുലൂഇ ശംസ്. അപ്പൊ അതിൽ എന്തൊക്കെയുള്ളത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിൽ നിൽക്കുന്ന ചില സംഗതികൾ ഞാൻ പറയാം. സൂറത്ത് ഇഖ്ലാസ് 3 തവണ വീണു, സൂറത്തുൽ ഫലഖ് 3 തവണ വീണു, സൂറത്തുൽ നാസ് 3 തവണ വീണു, ആയത്തുൽ കുർസി 1 തവണ. ഇത് നമുക്ക് നിലനിർത്താൻ കഴിയുന്ന സംഗതിയല്ല. ഇത് നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയുന്ന സൂറത്തുകളുമാണ്. പിന്നെ പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അത് നിങ്ങൾക്കറിയും. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അബ്ദുക വഅന അലാ അഹദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നാണ് ഈ പ്രാർത്ഥനയ്ക്ക് പേര്. രാവിലെയും വൈകുന്നേരവും മൂക്കിനമ്പി കൽവി, ഉറച്ച ഈമാനോടുകൂടി ഈ പ്രാർത്ഥന ചൊല്ലുന്നവന് സ്വർഗപ്രവേശനത്തിന് മരണമല്ലാതെ മറ്റു തടസ്സങ്ങളൊന്നുമില്ല. കമാ ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെയാണ്. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കണ്ടേ? വേണ്ടേ? അല്ലാഹുമ്മ അൻത റബ്ബി ലാ, എന്തെങ്കിലും ഒന്ന് ചൊല്ലിക്കാണി. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അലാ അഹദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഇനി പിന്നെ പ്രാർത്ഥനകൾ പഠിച്ചപ്പോൾ എന്റെ കേൾക്കുന്നതിന് പകരം ഒരു സംഗതി കൂടി ഞാൻ പറയാം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഉമ്മുൽ മുഅ്മിനീൻ, അവരുടെ വീട്ടിൽ നബി താമസിച്ച ഒരു ദിവസം സുബ്ഹി കഴിഞ്ഞ് നബി അവരുടെ അരികിൽ പോയപ്പോ
അവർ സ്വന്തം മുസല്ലയിൽ ഇരുന്ന് ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. നബി അവിടെ നിന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തിറങ്ങി. എന്നിട്ട് ഏകദേശം ളുഹ്റോട് കൂടി നബി വീണ്ടും തിരിച്ചു ചെല്ലുമ്പോഴും അവരാ ഇരുന്ന ഇരിപ്പിൽ തന്നെ ദിക്ർ സ്വലാത്തുകളിലാണ്, ദുആകളിലാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൗതുകത്തോടെ ചോദിച്ചു, ഉമ്മു സലമ, നീ ഇവിടെ നിന്ന് എഴുന്നേറ്റിട്ടില്ലേ? ഇല്ല നബിയെ, ഞാൻ ഇത്രയും നേരം ദിക്റില്ല. അപ്പൊ നേരിയൊരു പുഞ്ചിരിയോടുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഇത്രയും നേരം ചൊല്ലിക്കൊണ്ടിരുന്ന ദിക്റുകൾക്ക് ഇടപിടിക്കാവുന്ന ഒരു ദിക്ർ എനിക്കറിയാം. അത് 3 തവണ പറഞ്ഞാൽ ഇത്രയും നേരം നീ ചൊല്ലിയതിന് തുല്യം പറഞ്ഞിപ്പല കിട്ടും. അതൊന്ന് പഠിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി നമുക്കറിയാലോ. അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. ഇത് 3 തവണ ചൊല്ലിയാൽ ഒരാൾ ഉച്ചവരെ ഇരുന്ന് ചൊല്ലുന്ന എല്ലാ ദിക്റുകളുടെയും ദുആഇന്റെയും ഒക്കെ പ്രതിഫലം തുല്യ അർത്ഥത്തിൽ എന്നാണ്. അപ്പൊ അതെങ്കിലും ഒന്ന് ജീവിതത്തിൽ പെട്ടെന്ന് ശീലിക്കാൻ ശ്രമിക്കണം. രാവിലെയും വൈകുന്നേരവും റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ എന്നും 3 തവണ അല്ലേ? ഈ ദിക്റിന്റെ പ്രത്യേകത എന്താ? ദാഖ തുഅമുൽ ഈമാൻ. റസൂൽ പറയാ, ഞാൻ പറയാ, ദാഖ തുഅമുൽ ഈമാനി മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യ. ഈ 3 ഗുണങ്ങൾ ഒരാളിൽ ഉണ്ടെങ്കിൽ, ഏത്? അള്ളാഹുവിനെ റബ്ബായും ഇസ്ലാമിനെ മതമായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിന്റെ പ്രവാചകനായും ഒരാൾക്ക് തൃപ്തിപ്പെടാൻ കഴിഞ്ഞാൽ അയാൾക്ക് ഈമാൻ ഒരു അനുഭൂതിയായി, ഒരു ആസ്വാദനമായി അയാൾക്ക് അനുഭവിക്കാൻ കഴിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ദിക്റാണ് റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി. ഇത് മുസവാശത്തിന്റെ ഇടയിൽ കാര്യം പറഞ്ഞു, ഞാൻ ചേർക്കാത്തതറിയാം. 5 നേരത്തെ ബാങ്കിന് ശേഷം ഇതിന് മറ്റൊരു വെർഷനാണ് പഠിപ്പിച്ചത്. റളീതു ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ റസൂലൻ വബിൽ ഇസ്ലാമി ദീനൻ എന്നാണ് അതിക്കുള്ളത്. അത് രണ്ടും കൂടി ഇടകലരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ആദ്യം ഇതൊന്ന് ശീലിച്ചു നോക്കി. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യ. അപ്പോ പിന്നെയും ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. അല്ലാഹുമ്മ ബിക അംസൈനാ വബിക അസ്ബഹനാ വബിക നഹിയാ വബിക നമൂതു വഇലൈക്കൻ നുശൂർ എന്ന് രാവിലെയും വഇലൈക്കൽ മസീർ എന്ന് വൈകുന്നേരവും ചൊല്ലണം. അസ്ബഹനാ അലാ ഫിത്രത്തിൽ ഇസ്ലാം വഅലാ കലിമത്തിൽ ഇഖ്ലാസ് വഅലാ ദീൻ നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ മില്ലത്തി അബീനാ ഇബ്രാഹിമ ഹനീഫൻ വമാ കാന മിനൽ മുശ്രിക്കീൻ എന്ന് ചൊല്ലണം. അപ്പൊ ഇതൊന്നും നമ്മുടെ പിടിയിൽപ്പെടാത്തതാണ്. എന്നാൽ ഇനി നമ്മുടെ പിടിയിൽപ്പെടുന്ന ഒരു സംഗതി, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം 3 തവണ രാവിലെ. അതറിയാവുന്നതാണല്ലോ അല്ലേ? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. വൈകുന്നേരവും ഇത് 3 തവണ. വൈകുന്നേരം ഇതിന് പുറമെ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ അതുകൂടി 3 തവണ. അപ്പൊ ഒന്ന് വെറുതെ ആവർത്തിച്ച് നോക്കുകയാണ്. ഇഖ്ലാസ്, ഫലക്ക്, നാസ് 3 തവണ വീതം, ആയത്തുൽ കുർസി 3 തവണ വീതം,
സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വഅദദ കലിമാതിഹി 3 തവണ. ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം 3 തവണ. അഊദു ബികലിമാത്തില്ലാഹി താമാത്തി മിൻ ശർരി മാ ഖലഖ എന്ന് കൂടി വൈകുന്നേരം 3 തവണ. ഇതൊന്ന് സാവധാനം ചൊല്ലി നമ്മളത് ശീലിച്ചാൽ അക്കൂടെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ കൂടി ആയാൽ ഈ ആയത്ത് നമ്മളുടെ ജീവിതത്തിൽ പാലിക്കാനുള്ള ശ്രമം നടത്തി എന്നായാലും അല്ലേ? ഏതാണ്? വസ്ബിർ അലാ മാ യഖൂലൂൻ വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഖുറൂബ്. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രമല്ല ആ സംസാരം. ആരൊക്കെയാണോ ഖുർആൻ വായിക്കുന്നത് അവർക്കൊക്കെയുമുള്ള വ്യക്തിപരമായ കൽപ്പനകളാണ് അതിലുള്ളത്. അപ്പോ ഈ ആയത്ത് ഇപ്പോൾ നമുക്ക് ബാധകമാണ്. ഈ ആയത്ത് നടപ്പിൽ വരുത്തുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായി പോയി അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ബാധ്യതയാണ്. പറന്നല്ല, പക്ഷെ അത് ബാധ്യതയാണ്. അപ്പോഴല്ലേ നമ്മൾ ഖുർആനിന്റെ ആളുകളാവുകയുള്ളൂ. ആ ആയത്ത് നോക്കാൻ ഇന്നമാ കാന ഖൗലുൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും യഖൂലു സമിഅനാ വഅതഅനാ. മുഅ്മിനീങ്ങളാണോ അല്ലാഹുവോ റസൂലോ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അവർക്ക് ഒറ്റ മറുപടി ഉണ്ടാവുള്ളൂ, സമിഅനാ, അത് ഞങ്ങൾ കേട്ടു, മനസ്സിലാക്കി, വഅതഅനാ, അനുസരിക്കുകയും ചെയ്തു എന്ന ഒറ്റ മറുപടിയാണ്. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖൻ എന്നാണ്. അവരാണ് ശരിയായ മുഅ്മിനീങ്ങൾ. അങ്ങനെയുള്ളവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വമിനൽ ലൈലി, രാത്രിയിലും ദിക്റുകളും സ്വലാത്തുകളും വേണം. രാത്രിയിൽ ദിക്റുകളും സ്വലാത്തുകളും വേണം. അതിൻ്റെ ഒരു ചെറിയ രൂപമല്ലേ ഈ കിടന്നുറങ്ങാൻ പോകുമ്പോഴത് അല്ലേ? ഇതെല്ലാം ദിക്റുകളാണ് കിടന്നിറങ്ങാൻ പോകുമ്പോൾ ചൊല്ലാനുള്ളത്. നമ്മൾ ആലോചിക്കുന്നു. ഒന്നും പല്ല് തേക്കണം, ഒന്നും എടുക്കണം, ആയത്തുൽ കുർസി ഓതണം, സൂറത്തുൽ കാഫിറൂൻ, ഇഖ്ലാസ്, ഫലക്ക്, നാസ് എന്നിവ ഓരോ തവണ വീതം ഓതണം. സൂറത്ത് അൽ കഹ്ഫിന്റെ ആദ്യത്തെ 10 ആയത്തും അവസാനത്തെ 10 ആയത്തും ഓതണം. സൂറത്ത് ആലെ ഇമ്രാനിന്റെ അവസാനത്തെ 10 ആയത്ത് ഓതണം. സുബ്ഹാനല്ലാഹ് 33 തവണ ചൊല്ലണം. അൽഹംദുലില്ലാഹ് 33 തവണ ചൊല്ലണം. അല്ലാഹു അക്ബർ 34 തവണ ചൊല്ലണം. പിന്നീട് ഇഖ്ലാസ്, ഫലക്ക്, നാസ് ഓതണം. കൈകളിൽ ഊതണം, ശരീരം മുഴുവൻ തടവണം. അങ്ങനെ 3 തവണ ആവർത്തിക്കണം. വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കണം. വലത് കൈപ്പടം കവിളിൽ വെച്ചുകൊണ്ടാവണം. ബിസ്മിക അല്ലാഹുമ്മ അഹ്യാ വ അമൂതു എന്നെങ്കിലും പറയണം. ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉ ഇന്നം സക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ എന്നുകൂടി പറഞ്ഞാൽ കുറച്ചുകൂടി നന്നായി. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഅൽജഅ്തു ظهري ഇലൈക റഗ്ബതൻ വറഹബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത. അപ്പോൾ പൂർണ്ണമായി. അതിന്റെ കൂടെ അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി വകഫാനി വആവാനി ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്മിയ എന്നുകൂടി പറഞ്ഞാൽ കുറച്ചുകൂടി ഉഷാറായി. എന്നിട്ട് അവസാനം ആമന റസൂൽ 2 ആയത്തും കൂടി ഓതിയാൽ കഫതാഹു, രാത്രിയിലുള്ള എല്ലാ ദുരിതങ്ങളിൽ നിന്നും അവന് സംരക്ഷണമായി. ആ രാത്രിയിൽ മരണപ്പെട്ടാൽ അവന് സ്വർഗവും ഉറപ്പായി. മുഅ്മിനീങ്ങളെ ആയത്തൊന്നുകൂടി വെച്ച കാര്യം വമിനൽ ലൈലി, ഒറ്റ പദമുള്ളൂ, ഒറ്റ പദം. പക്ഷെ അത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്.
എത്രമാത്രം നമ്മളുടെ രക്ഷയ്ക്കുള്ള മാർഗമാണ്, എത്രമാത്രം നമ്മുടെ സുരക്ഷയ്ക്കുള്ള പ്രൊട്ടക്ഷനാണത് എന്നൊന്ന് ആലോചിച്ചോക്കാണ് മമ്മിനല്ലേ. പക്ഷേ മൊബൈൽ ഫോണിൽ ഇങ്ങനെ ഞെക്കി 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 ഞെക്കിയാണ് പോയിട്ടാണ് കിടക്കും, അങ്ങനെ തന്നെ ഉണ്ട് ഉറങ്ങും. അവിടെ വിസ്മിക്കല്ല മഴിയാവാൻ പോത്തില്ല, അവിടെ ഒന്നുമില്ല. ആ പോക്കിലാണ് പോയാൽ പോയി തന്നെ അല്ലേ. പട്ടിയും പൂച്ചയൊക്കെ കടന്നുറങ്ങണ പോലെ ഞമ്മക്കൊരു ഉറക്കം, ആ വിറ്റുകളെ തുടരുന്ന പോലെ ഞമ്മക്ക് ഒരു കൊട്ടാൻ വിറ്റിട്ടൊരു വളർച്ച എന്നല്ലാതെ ഖുർആന്റെ കൽപ്പന എവിടെ, അശറഫുൽ ഖൽഖിന്റെ സുന്നത്ത് എവിടെ, സഹാബത്തിന്റെ രീതി എവിടെ, സലഫു സാലിഹ്കളുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എവിടെ? നമ്മളത് ഖാലത്തിൽ അഅറാബു ആമന്നാ ഖുൽ ലം തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലംനാ വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും. മനുഷ്യരെ, നിങ്ങൾ മുഅ്മിനീങ്ങളായി എന്ന് പറയാറായിട്ടില്ല, മുസ്ലിമീങ്ങളാണെന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ. ഈമാൻ ഉള്ളിൽ കയറുമ്പോൾ മാത്രമാണ് നിങ്ങൾ മുഅ്മിനീങ്ങളാവുക. ഈമാൻ ഉള്ളിൽ കയറുമ്പോഴാണ്, മനസ്സിൽ കയറി കുടിയിരിക്കുമ്പോഴാണ് മുഅ്മിനീങ്ങളാവുക. അതിനുള്ള വഴി, അവരുടെ ലക്ഷണം അതാണ് അസാബിഖു വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഊഹും ബിഇഹ്സാൻ. മുഹാജിറുകളെ, അൻസാറുകളെ അവരുടെ നന്മകളിൽ പിന്തുടരുന്നവർക്കുള്ളതാകുന്നു റളിയല്ലാഹു അൻഹും, അള്ളാഹുവിന്റെ തൃപ്തി. അത് നേടണമെങ്കിൽ വറളു അൻഹു, അള്ളാഹനെ തൃപ്തിപ്പെട്ട് ജീവിക്കണം. ഉണ്ടെങ്കിലോ വഅദ്ദലഹും ജന്നാത്തുൻ തജ്രി തഹതഹൽ അൻഹാറു ഖാലിദീന ഫീഹാ, അവർക്ക് സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ വമിനൽ ലൈലി ഫസബ്ബിഹുഹു, രാത്രിയിലും തസ്ബീഹുകൾ ഉണ്ടാവണം. എന്നിട്ട് പിന്നെ നോക്കാണ് വഅദ്ബാറ സുജൂദ്, നമസ്കാരങ്ങൾക്ക് ശേഷം ഉണ്ടാവണം. സലാം വീട്ടി അങ്ങോട്ട് എഴുന്നേറ്റ് പോകലല്ല ശരി എന്നർത്ഥം. ഇടത്തേക്ക് സലാം വീട്ടിയിട്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എഴുന്നേറ്റല്ലോ. ദുനിയാവിന്റെ ഒരു തിരക്കുകൊണ്ട് അല്ലേ, ദുനിയാവിന്റെ തിരക്ക് വലുതാണെന്ന് ഇബ്ലീസ് നമ്മളെ തോന്നിപ്പിക്കുകയാണ്. എന്നിട്ട് അവിടെ പോയിട്ട് നമുക്ക് പോലെ പണിയുണ്ടോ? അവിടെ പോയിട്ട് ഈ ചായക്കടയിൽ പോയിരുന്നിട്ട് ഇങ്ങനെ ചായ ഇങ്ങനെ നോക്കിയിരിക്കലല്ലേ, അല്ലെങ്കിൽ പലചരക്കടയിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കലല്ലേ, അല്ലെങ്കിൽ ഓഫീസിൽ പോയിട്ട് അവിടെ ഇരിക്കന്നെ. എന്നാ അപ്പൊ നിന്റെ ബാക്കി ചൊല്ലലുണ്ടോ? അതിനകത്ര തിരക്കുള്ള ആൾക്കാർ അപ്പൊ നിന്റെ ബാക്കി ചൊല്ലലുണ്ടോ? ഇല്ല. ബൽ തുസിറൂനൽ ഹയാത്ത്, നമ്മളെ കുറിച്ചാണ്. യാ ഖൗമി ഇന്നമാ ഹാദിഹിൽ ഹയാത്തി ദുനിയാ മതാഉ വഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ. ഇതൊരു താൽക്കാലിക സൗകര്യം മാത്രമാണ്, ഇതിനപ്പുറത്താണ് ശരിയായ ലോകം. വഇന്നൽ ആഖിറത ലഹിയൽ ഹയവാനു ലൗ കാനൂ യഅമലൂൻ, ശരിയായ ജീവിതം അപ്പുറത്താണുള്ളത്. ഹാദാ ദാറുൽ അമൽ എന്നാണ്, ഹാദാ ദാറുൽ ഫനാ, ഇത് എപ്പോഴും നശിച്ചു പോകാവുന്ന, നമുക്ക് പണിയെടുക്കാനുള്ള ലോകമാണ്. വരാനുള്ളത് ദാറുൽ ജസാഇ, വരാനുള്ളത് ഇതിന്റെ കൂലി വാങ്ങാനുള്ള ലോകവുമാണ്. അപ്പോ മുസൽമാന് സാധാരണ ഉറങ്ങുന്നത് പോലെ ഉറങ്ങാൻ കഴിയില്ല, അതെ. മറ്റുള്ളവർ ഉറങ്ങാൻ കിടക്കുന്നത് പോലെ ഉറങ്ങാൻ കഴിയില്ല, നേരം വെളുപ്പിക്കാൻ കഴിയില്ല, വൈകുന്നേരമാക്കാൻ കഴിയില്ല. ഞാൻ സാധാരണ പറയുന്നത് തരും, സുബഹി വാങ്ങിക്കൊടുക്കണീന്റെ 15-20 മിനിറ്റ് മുമ്പ് പള്ളിയിലെത്തും. പെരയിന്ന് നീച്ച് നിസ്കരിച്ച് തഹജ്ജുദൊക്കെ നിസ്കരിച്ച് അവിടുന്ന് ഒന്നുകൊടുത്ത് ഇവിടെ വന്ന് തനിയത്ത് നിസ്കരിച്ച് വാങ്ങിക്കൊടുക്കുന്നവര് ഖുർആൻ പാരായണത്തിൽ മുഴുകി, പ്രാർത്ഥനയിൽ മുഴുകി, ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുത്ത് നേരെ പുറത്തേക്കാട്ട് ഇറങ്ങല. ഇതിന്
എടുത്ത പണിയൊക്കെ കൂടെ ഏറ്റിയ പൊങ്ങാത്ത കൂലിന്റെ ആളുകൊണ്ട് അത് കുറച്ചാണ് ഒഴിവാക്കാൻ. എന്നിട്ട് മോർണിംഗ് വാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു 5-8 അങ്ങനെ നടക്കല അങ്ങാടി കൂടി അല്ലേ. എല്ലാം കഴിഞ്ഞ് മനസ്സും ശരീരവും ശുദ്ധാവുമ്പോൾ എല്ലാം പെരീക്കും പോകും. ആണോ? നിങ്ങൾ മോർണിംഗ് വാക്ക് നടത്തണ്ടെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. പക്ഷെ അതൊറ്റക്കാണെങ്കിലോ ഈ പറഞ്ഞ നടത്തവും നടക്കും, ഈ പറഞ്ഞ ദിക്റുകളും നടക്കും, ഈ പറഞ്ഞ പ്രാർത്ഥനകളും നടക്കും, എല്ലാ പരിപാടികളും നടക്കും. പക്ഷെ അതൊരു സുഖമല്ല എന്നാണ്. ഒറ്റ കണ്ടത് രസം കണ്ടിട്ടുള്ളതാണ്. രസത്തിനുള്ളതല്ലത് സംഗതി ആണോ? അല്ല, ഇത് രസത്തിനുള്ളതല്ലല്ലോ. എന്നിട്ട് ആ ചായപ്പീടി കയറിയിട്ട് 4 വെണ്ടലും അതോടുകൂടി സംഗതി മെച്ചം എടുത്ത പണിയുടെ കൂലി പോയി എന്നല്ല, കുറച്ച് കിട്ടി അടുത്ത നിസ്കാരത്തിൻ്റെ കൂടി പോയി കിട്ടി. ആ ഒരു അവസ്ഥയിൽ പോയിട്ട് അത് സുജൂദ്, ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം വരാനുണ്ട് എന്നൊരു ചിന്ത നമുക്കുണ്ടാവണം. എപ്പോഴും നമ്മളെ ദിക്റുകളിലാവണം. കാരണം എന്താ അറിയോ? വസ്തമിഅ്, നീ ശ്രദ്ധിച്ച് കേൾക്കണം, എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. എന്തിന് ശ്രദ്ധ കൊടുക്കണം എന്നറിയോ? എന്തിന് ചെവി കൊടുക്കണം? യൗമ യുനാദിൽ മുനാദി, ഒരാള് നിന്നെ വിളിക്കുന്ന ദിവസം വരും. ഒരു വിളി നിന്റെ കാതുകളിൽ മുഴങ്ങും. എവിടുന്ന് മുഴങ്ങും? മിമ്മക്കാനിൻ ഖരീബ്, നിന്റെ ചെവിയുടെ അടുത്തിരുന്ന് വിളിക്കുന്ന ഒരു വിളി. അതിന് ചെവിയോർത്തോളൂ. ഏതാണ് ആ വിളി? പോകാനുള്ള വിളിയാണ് അല്ലേ? പോകാനുള്ള വിളിയാണ്. എക്സ്പയറി ഡേറ്റ് കുറിച്ച് വെച്ചിട്ടുണ്ട് എന്നല്ല പറഞ്ഞ്, നമ്മളോട് പറഞ്ഞില്ല അതുകൊണ്ടല്ലോ. സംഗതി റെഡിയല്ലേ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത. നമ്മൾ ദുനിയാവിൽ കണ്ട് ജീവൻ തരുന്നതിന് മുമ്പ് ആദ്യം എഴുതിച്ചതേതാ? നമ്മളെ എക്സ്പയറി ഡേറ്റ് ആണ് അല്ലേ? ഇപ്പൊ നമ്മൾ പോണത് എടുക്കാം, ആ എക്സ്പയറി ഡേറ്റ് പൂർത്തിയാക്കാനാ. അവിടെ വരെയുള്ള കാലത്തേക്ക് പോയിക്കൊണ്ടിരിക്കാണ്. അമ്മാതിരി ഒരു ചിന്ത ഇല്ലാത്ത മനുഷ്യരെ വസ്തമിയാണ്. ഒന്ന് ചെവി കൂർപ്പിച്ച് നോക്കുവീൻ, ശ്രദ്ധ കൊടുത്തു നോക്കുവീൻ, നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. യൗമ യുനാദിൽ മുനാദി, നിങ്ങളുടെ ചെവിക്കോലയിൽ ഇരുന്ന്, ഇയർ ഡ്രമ്മിനടുത്തിരുന്ന് അല്ലെ, ഡയഫ്രത്തോട് ചേർത്തിരുന്ന് ആ വിളിയാളം നിങ്ങൾക്ക് കേൾക്കാം. അത് കേട്ടാൽ പിന്നെ നമ്മൾ അനങ്ങൂല. ഇന്നഹും യറൗനഹു ബഈദാ വനറാഹു ഖരീബാ. സൂറത്തുൽ മആരിജിൽ ആ വിളി ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാനുള്ളതാവാം, അതല്ലെങ്കിൽ ഈ ദുനിയാവിനെ തന്നെ ഇല്ലാതാക്കാനുള്ളതുമാവാം. ഇന്നഹും യറൗനഹു ബഈദാ, അതിപ്പടുത്തൊന്നും ഉണ്ടാകൂല, അതൊരുപാട് കാലം കഴിഞ്ഞിട്ടേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അവർക്ക് തോന്നുന്നത്. പക്ഷേ വനറാഹു ഖരീബ, അതവരുടെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. സുബ്ഹാനല്ലാഹ്. കഴിഞ്ഞ ഞായറാഴ്ച ഞാനിവിടുന്നാണ്ട് പോകുമ്പോ ഇന്റെ അങ്ങാടിയിൽ വട്ടമണ്ണപ്പുറം പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവുകള് കുറെ ചെക്കന്മാരിങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. അപ്പൊ ചെക്കന്മാരല്ലേ, വല്ല പന്തളി ഞാൻ അവിടെ ടർഫുണ്ട്. അവിടുന്ന് വിചാരിക്കുന്ന വെച്ച് ഞാനാണ് പോയി. ഞാൻ വീട്ടിലെത്തിയപ്പോ ഭാര്യ ചോദിച്ചു, നിങ്ങൾ കണ്ടോ? എന്തടി? അപ്പൊ നിങ്ങളൊന്നും അറിയില്ല. എന്ത് സംഭവം എന്തറിയോ? ഒരുപാട് കാലത്തെ ആഗ്രഹം കൂലിപ്പണിയായും മറ്റും ചെയ്ത് 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 മകനൊരു മോട്ടോർ സൈക്കിൾ വാങ്ങിക്കൊടുക്കുന്നു വാപ്പ. ബാക്കിയൊക്കെ അറിയാം അല്ലേ? ബാപ്പയെയും ഉമ്മയെയും വീട്ടിൽ കൊണ്ടുപോയാക്കി കൂട്ടുകാരനെ ഒന്ന് വണ്ടി കാണിക്കാൻ വേണ്ടി കൂട്ടുകാരന്റെ വീട്ടിൽ പോയി അവനെ എടുത്ത് വരുന്ന വഴിയിൽ മോട്ടോർ സൈക്കിൾ ഒരു സ്കോർപിയോ ഒക്കെ പോയി ഇടിച്ച് കുട്ടികളെ 2 പരലോകം. ഇന്നഹും യറൗനഹു ബഈദാ, മക്കൾക്ക് പരലോകം പേരാകും.
കുടുംബത്തിന് ക്ഷമയും നൽകട്ടെ. ഇന്നഹും യറൗനഹും യറൗനഹു ബഈദ, അതിപ്പോഴൊന്നും ഉണ്ടാകില്ല എന്ന് അവർ വിചാരിക്കുന്നു. വനറാഹു ഖരീബ, അത് നമ്മുടെ ഇയർട്രമ്മിന് തൊട്ടടുത്തുണ്ടാവില്ലേ. വസ്തമിയാണ്, അതിന് ചെവി കൊടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. നമ്മൾ നന്നാകും. ആ വിളി വരുന്ന യൗമ യസ്മഊന സ്വൈഹത ബിൽ ഹഖ്, അതൊരു അട്ടഹാസമായി നിങ്ങളുടെ ചെവിക്കൂനയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കും. ونفخ في الصور فصعق من في السماوات والأرض إلا من شاء الله ثم نفخ فيه أخرى فإذا هم قيام ينظرون. ആ ഊത്ത് വരും, ആ ശബ്ദം വരും. അത് കേൾക്കുന്നതോടുകൂടി സകലതും സർവ്വതും ബോധം കെട്ട് ചത്തുണങ്ങി വീണുപോകും. രണ്ടാമതൊരു വിളി കൂടെ വരും. അപ്പോ പരിഭ്രമത്തോടെ എഴുന്നേറ്റ് നോക്കും എല്ലാവരും. എന്നിട്ട് പറയും, എന്താണ് എന്ന് പറയും, ഖാലൽ ഇൻസാനു മാ ലഹാ മൻ ബഅസനാ മിൻ മർഖദിനാ. നോക്കാണ്, യൗമ യസ്മഊന സ്വൈഹത ബിൽ ഹഖ്, സത്യമായി പറയാം, ആ വിളി വരും. ആ വിളി വരുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ദാലിക യൗമുൽ ഖുറൂജ്, അന്ന് നിങ്ങളുടെ പുറപ്പാടിന്റെ ദിവസമാകും. തിരിച്ചു പോകാനുള്ള പുറപ്പാടിന്റെ ദിവസമാകും. അത് നമ്മുടെ കണക്കെടുപ്പിന്റെ ദിവസമാകും. അത് നമ്മുടെ വിചാരണയുടെ ദിവസത്തിന്റെ തുടക്കമാകും. അത് നമ്മുടെ രക്ഷാശിക്ഷകൾ യൗമുൽ ഫസ്ൽ എന്നവർ. യൗമുൽ ഫസ്ൽ അത് നമുക്ക് മേൽ വ്യക്തമായി തീരുമാനങ്ങൾ എടുക്കുന്ന ദിവസമാകും. വല്ലാഹു യഹ്കും ലാ മുഅഖ്ഖിബ ലിഹുക്മിഹി, റബ്ബ് വിധിക്കും, അതിന് തടയിടാൻ മറ്റൊരു ശക്തി ഉണ്ടാവില്ല. അന്ന് അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, സംസാരിക്കാൻ അനുവദിക്കാത്ത ദിവസം. യൗമ ഹാദാ യൗമു ലാ യൻതിഖൂൻ ഹാദാ യൗമുൽ ഫസ്ലി ജമഅനാകും വൽ അവ്വലീൻ. ഖുർആൻ ആ ദിവസത്തെ പഠിപ്പിച്ചില്ല. ഇന്ന് നിങ്ങൾക്കിടയിൽ തീരുമാനമെടുക്കുന്ന ദിവസമാണ്. ഇന്ന് നിങ്ങൾക്ക് സംസാരിക്കാൻ അനുവാദമില്ലാത്ത ദിവസമാണ്. വലാ യുദനലക്കും, അതിന് അനുവാദം പോലും തരൂല. അല്ലേ? വതുകല്ലിമുനാ ഐദിയഹും വഅയ്ദിഹിം വഅർജുലഹും, കൈകാലുകൾ സംസാരിക്കും, തൊലി സംസാരിക്കും. നമുക്ക് അനുകൂലമായതും നമുക്കെതിരായതുമായ സർവകാര്യങ്ങളും സംസാരിക്കും. അത് യൗമുൽ ഹഖാണ്, യൗമുദ്ദീനാണ്, യൗമുൽ ഹിസാബാണ്, യൗമുർ റുജൂആണ്, യൗമുൽ ഫസ്ലാണ്. അല്ലേ? ഇതിന്റെ ഒക്കെ അപ്പുറത്തതിന് പേര് പറഞ്ഞാൽ എന്താ അറിയും? യൗമ യജ്മഉകും ലിയൗമിൽ ജംഅ ദാലിക യൗമുത് തഗാബുൻ. അത് അപ്പൊ ദാലിക യൗമുത് തഗാബുൻ, അത് ലാഭനഷ്ടങ്ങളുടെ കണക്കെടുപ്പിന്റെ ദിവസമാണ്. വലത് കൈയിലോ ഇടത് കൈയിലോ രണ്ടിലൊരിടത്ത് നമ്മുടെ ജീവിത രേഖ തിരിച്ചു കിട്ടുന്ന ദിവസമാണ്. യൗമ യസ്മഊന സ്വൈഹത ബിൽ ഹഖ് ദാലിക യൗമുൽ ഖുറൂജ്, അത് അല്ലാഹുവിലേക്കുള്ള പുറപ്പെടലിന്റെ ദിവസമാണ്.
മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും ഫീഹാ തഹ്യൗൻ വഫീഹാ തമൂതൂൻ വമിൻഹാ തുഖ്റജൂൻ. അതിൻ്റെ ദിവസമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയും അതിനുള്ള മുന്നൊരുക്കങ്ങളാണ്. വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല അൽ-ഖുറൂബ് വമിനൽ ലൈലി ഫസബ്ബിഹുഹു വഅദ്ബാറ സുജൂദ്. ഇനി ഒരിടത്ത് കാണാം വമിൻ ആനാഇൽ ലൈലി ഫസബ്ബിഹുഹു. രാത്രിയിൽ എപ്പോഴൊക്കെയാണോ പറ്റുന്നത് അപ്പോഴൊക്കെയും ദിക്ർ ദുആകളിൽ മുഴുകുകയും കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. ഉറക്കം രാത്രി കുറവാക്കും. പുലർക്കാലങ്ങളിൽ എഴുന്നേറ്റ് ഇസ്തിഗ്ഫാർ പ്രാർത്ഥന നടത്തിക്കൊണ്ടേയിരിക്കും. ആര്? ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ ആഖിരീന മാ ആതാഹും റബ്ബുഹും ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ. അടുത്ത സൂറത്ത് തൊട്ടടുത്ത പേജിലുണ്ടാവും. നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന കാഫുണ്ടല്ലോ, അതിന്റെ തൊട്ടടുത്ത പേജിലുണ്ടാവും 15, 16, 17, 18 ആയത്തിൽ. ഒന്ന് നോക്കാണി. വിശ്വാസികൾ ആരാന്ന് അവിടെ കാണാം. ഇന്നൽ മുത്തഖീന കണ്ടില്ലേ? ഫീ ജന്നാത്തിൻ വഉയൂൻ. മുത്തഖികൾ സ്വർഗത്തിലും ജലസ്രോതസ്സുകളിലുമായിരിക്കും. ആഖിരീന മാ ആതാഹും റബ്ബുഹും. റബ്ബ് നൽകുന്ന എല്ലാ നിഅമത്തുകളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കും. എന്താ കാരണം? ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ. അവർ പണ്ടുകാലത്ത് നല്ലവരായി ജീവിച്ചവരായിരുന്നു. ഏത് പണ്ടുകാലം? മരണത്തിന് മുമ്പേ അവർ പണ്ടുകാലത്ത് നല്ലവരായി ജീവിച്ചവരായിരുന്നു. എങ്ങനെ? കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ. രാത്രിയിൽ ഉറക്കം കുറവാക്കുന്നവരായിരുന്നു. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. പുലർക്കാലങ്ങളിൽ ഇസ്തിഗ്ഫാർ നടത്തുന്നവരായിരുന്നു. കഴിഞ്ഞില്ല. വഫീ അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം. അവരുടെ സമ്പത്ത് അവരോട് ചോദിക്കുന്നവർക്കും അവകാശങ്ങൾ തടയപ്പെട്ടവർക്കും നൽകിക്കൊണ്ടിരിക്കുന്നവരായിരുന്നു അവർ. അല്ലേ? നിങ്ങളൊന്നു നോക്കാടി. യൗമ യസ്മഊന സ്വൈഹത ബിൽ ഹഖ് ദാലിക യൗമുൽ ഖുറൂജ്. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നടത്തേണ്ടത്. അത് വേണ്ടതറിയോ? ഇന്നാ നഹ്നു നുഹ്യീ വ നുമീതു. ജീവിപ്പിക്കുന്നത് നാമാണല്ലോ, മരിപ്പിക്കുന്നതും നാമാണല്ലോ. സ്വാഭാവികമായും നാം തന്നെയാണ്. വ ഇലൈനൽ മസ്വീർ. ജീവിപ്പിച്ചത് എന്തിനാണെന്നും മരിപ്പിച്ചത് എന്തിനാണെന്നും ചോദിക്കാൻ നമ്മിലേക്ക് മടക്കാനും നമുക്ക് കഴിയും. ജീവിതം കൊണ്ടെന്ത് ചെയ്തു, മരണപ്പെട്ടത് എങ്ങനെയാണ്, എന്തായിരുന്നു മരിക്കുമ്പോഴുള്ള അവസ്ഥ എന്ന് നമ്മൾ കണക്ക് പറയേണ്ടി വരും. തന്നതും കിട്ടിയതുമായതൊക്കെ എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന് ചോദിക്കും. അതിന് ഉത്തരം പറയേണ്ടി വരും. ഇന്നാ നഹ്നു നുഹ്യീ വ നുമീതു വ ഇലൈനൽ മസ്വീർ. അതാണ് സൂറത്ത് അഹ്റാഫ് പറഞ്ഞത്. ഫീഹാ തഹ്യൗൻ. നിങ്ങൾ അവിടെയാണ് ജീവിച്ചത്. വഫീഹാ തമൂതൂൻ. അവിടെ തന്നെയാണ് മരിച്ചതും. വമിൻഹാ തുഖ്റജൂൻ. അവിടെ നിന്ന് തന്നെയാണ് പുറപ്പെട്ടു വരേണ്ടതും. പക്ഷേ പുറപ്പെട്ടു വരുമ്പോൾ നിങ്ങൾ പോയ മണ്ണുണ്ടാവുകയില്ല. വയസ്അലൂനക അനിൽ ജിബാലി ഫഖുൽ യൻസിഫുഹാ റബ്ബീ നസ്ഫാ.
ഇക്കാണുന്ന പർവ്വതങ്ങളൊക്കെ അന്ന് എന്തായി തീരുമെന്ന് അവർ തഥാ ചോദിക്കുന്നു നബിയെ. പറഞ്ഞേക്ക് നമ്മുടെ റബ്ബ് ഇതിനെയെല്ലാം പൊട്ടിച്ച് പൊടിയാക്കി പോകും. എല്ലായിടത്തും വരി വരിയായി നിൽക്കുന്ന ഒരു ഹാളായി ഇതിനെ നാം മാറ്റും. ഒരു വളവോ ഒരു തിരിവോ ഒരു കുണ്ടുകുഴികളോ എവിടെയും ഇല്ലാത്ത രൂപത്തിൽ ഇതിനെ നാം സമനിരപ്പായ ഈ ആകാശങ്ങളെയും ഈ ഭൂമിയെയും ഇന്നുള്ളതല്ലാത്ത മറ്റൊരു രൂപത്തിലേക്ക് നാം മാറ്റും. ചിലപ്പോ പറഞ്ഞതേ, ഖിയാമത്തിന് നിൽക്കേണ്ടി വരുന്ന വെഞ്ചാക്കൊക്കെ നിൽക്കേണ്ടി വരുന്ന ആ മൈതാനി കക്കുർസത്തിനൊക്കെയും എന്നാണ്. പപ്പടം പോലെ പരന്ന് വട്ടത്തിലുള്ള ഒരു പ്രതലമായിരിക്കും. അവിടെ വനശ്വറുൽ മുജ്രിമീന യൗമൈദിൻ സുർഖാ, പാമ്പ് കടിയേറ്റവൻ വിശന്നേണ്ടിയവനെ പോലെ നീല കളറിലുള്ള യൂണിഫോമിറ്റി ഉണ്ടാവും കുറ്റവാളികൾക്ക്. കണ്ടാൽ തന്നെ അറിയുന്നത്. അപ്പൊ കളറ് നന്നാക്കാൻ ഇവിടുന്നാണ് നോക്കേണ്ടത്. മൈലാഞ്ചിടലല്ലേ പറഞ്ഞു കേട്ടോ, റോസ് പൗഡർ വാരി തേപ്പിക്കലല്ല ഞാൻ പറഞ്ഞത്. കളറ് സിബുഖത്തല്ല എന്ന് പറഞ്ഞില്ല, അല്ല ഒരു കളർ ഇട്ടിട്ടുണ്ട്, തൗഹീദിന്റെ കളർ. റസൂൽ അതിനൊരു ഡിസൈൻ വെച്ചിട്ടുണ്ട്, സുന്നത്തിന്റെ ഡിസൈൻ അല്ലെ. തൗഹീദിന്റെ കളറിൽ സുന്നത്തിന്റെ ഡിസൈൻ പിടിപ്പിക്കാൻ കഴിഞ്ഞാൽ വനശ്ശുറുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫ്ദാ, റബ്ബിന്റെ വിരുന്നുകാരായി അത്തരക്കാരെ റബ്ബ് സ്വീകരിക്കും. അല്ലാത്തവരെ വിശന്തേണ്ടിയവന്റെ നിറത്തിൽ കൊണ്ടുപോകും. എന്ന് പറയുന്നതോടുകൂടി നീലക്കളറുകാരെല്ലാം മാറ്റപ്പെടും. കൊണ്ട് ശ്രദ്ധിച്ചോളി. ആ ഒറ്റ ഊത്തോടുകൂടി കബറുകൾ പൊട്ടിപ്പിളരും. എന്നിട്ടവർ ബേജാറോടുകൂടി എഴുന്നേൽക്കുന്ന ദിവസമാണത്. അതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഈ 7 ഭൂഘട്ടങ്ങളിലെ കോടിക്കണക്കായ മനുഷ്യന്മാർ എങ്ങനെ എഴുന്നേറ്റ് വരുമെന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയുള്ളൂ. എന്താണ്? അത് നിങ്ങൾക്ക് വലിയ പ്രയാസമായിട്ട് തോന്നുന്നുണ്ടാകും. പക്ഷെ റബ്ബിന്റെ കാര്യത്തിൽ നമ്മെ സംബന്ധിച്ച് അത് വെരി വെരി ഈസിയാകും. കയ്യില് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വെരി വെരി ഈസിയാകും. എന്താണ്? ആകാശഭൂമികളെ കുറിച്ച് പറഞ്ഞ ആയത്തിൽ കുറിച്ചിയുടെ അവസാനം പറഞ്ഞെന്താ? ഈ മഹാപ്രപഞ്ചം കൊണ്ടു നടക്കുക എന്നത് അള്ളാഹ്ക്ക് ഒരു പ്രശ്നേ അല്ല. അതേ വർത്താനം തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എന്തൊക്കെയാണ് അവർ നിങ്ങളോട് പറയുന്നത് എന്ന് നാം നന്നായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ വസ്ബിർ ആലാമായ യഖൂലൂൻ എന്നതിന് ബാക്കി വെച്ചോളി. വസ്ബിർ ആലാമായ യഖൂലൂൻ എന്നാണ് നമ്മളിത് തുടങ്ങിയത്, 39-ാമത്തെ ആയത്ത്. അതിന് ബാക്കി വെച്ചോ കാണി. നഹ്നു അഅലമു ബിമാ യഖൂലൂൻ, നിങ്ങൾ തൗഹീദ് പറയുമ്പോൾ, സുന്നത്ത് പറയുമ്പോൾ, നന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കുമ്പോൾ, ബിദ്അത്തിനെതിരെ ശിർക്കിനെതിരെ നിങ്ങൾ ഉപദേശങ്ങൾ നൽകുമ്പോൾ ആളുകൾ പലതും പറയും. അതിന് നിങ്ങൾ ക്ഷമിക്കുക, നാം അതെല്ലാം അറിയുന്നുണ്ട് എന്ന് പറഞ്ഞാല് അതിനൊക്കെ ഞാൻ കണക്ക് വെച്ചോളാം അല്ലേ. അതോട് വമാ അന്ത അലൈഹിം ബിജബ്ബാർ, നിങ്ങൾ ആരുടെ മേലും അധികാരം നടത്തേണ്ടതില്ല, നിങ്ങൾ ആരെയും അടക്കി ഭരിക്കേണ്ടതില്ല, ആരുടെ മേലും ആധിപത്യം നടത്തേണ്ടവനല്ല നബിയെ താങ്കൾ. പിന്നെയോ ഫഇന്നമാ അലൈക്കൽ ബലാഗ്, പറഞ്ഞു കൊടുത്തോളിയും, അറിഞ്ഞു കൊടുത്താൽ മതി, അവിടെ നിർത്തിക്കളി, ബാക്കി ഞാൻ ഏറ്റു. വഅലൈനൽ ഹിസാബ്, അതിന്റെ കണക്ക് ഞാൻ ചോദിച്ചോളാം. ഇന്നലെ പറഞ്ഞു അതിന്റെ കണക്ക്
ഞാൻ ചോദിച്ചോളാം. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ, പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. ലസ്ത അലൈഹിം ബിമുസയ്യിദിർ, നിന്റെ പ്രിയപ്പെട്ട അമ്മവാപ്പന്മാരും മക്കളുടെ വിഷയത്തിലല്ലട്ടോ. അവിടെ പറഞ്ഞു കൊടുക്കലും മാത്രമല്ല, വടിയെടുക്കലും തലമണ്ടക്ക് രണ്ട് പൊട്ടിക്കലും വേണ്ടി വന്നാൽ ചെയ്യണം. അത് വേറെ ഉപദേശങ്ങളുണ്ട് അല്ലേ? മുറു സിബിയാനക്കും ബിസ്വലാത്തിലി സബഅ സിനീൻ വളിരിബൂഹും അലൈഹാ ലിഅശ്രി സിനീൻ, 10 വയസ്സായാൽ ചന്തിക്കോലൊന്ന് കൊടുത്തിട്ടാണെങ്കിലും ശരി അത് നടത്തണം നിങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പക്ഷെ മറ്റുള്ളവരോട് ഇവിടെയാണല്ലോ മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി, ശക്തി ഉപയോഗിച്ച് തടയേണ്ടവ അങ്ങനെ തന്നെ ചെയ്യണം. അതിന് പറ്റാത്തിടത്ത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കണം. അതിനും പറ്റാത്തവനെ അകറ്റണം. അങ്ങനെയല്ലേ പറഞ്ഞ് വലൈസ വറാഅദാലിക ഹബ്ബത്ത് ഖർദലിൻ മിൻ ഈമാൻ. ഈ അവസാനം പറഞ്ഞതുപോലെ ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈമാൻ ഉണ്ട് എന്ന് പറയേണ്ട കാര്യമില്ല. അത് ശരിയല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വമാ അൻത അലൈഹിം ബിജബ്ബാർ, നബിയെ അങ്ങ് ജനങ്ങളുടെ മേൽ അധികാരം നടത്തേണ്ടവനല്ല, അത് നിർബന്ധം ചെലുത്തേണ്ടവനല്ല. ദീൻ പറഞ്ഞു കൊടുക്കുക, വേണമെങ്കിൽ സ്വീകരിക്കോട്ടെ. ഫദക്കിർ ബിൽ ഖുർആനി, അതാണ് അതിന്റെ അവസാനം. താങ്കൾ പറയേണ്ടത് താങ്കളുടെ വായിൽ തോന്നിയതല്ല, നമ്മുടെ മതമായി പറയേണ്ടത് നമ്മുടെ ന്യായവാദങ്ങളല്ല. അവിടെ കണ്ടു ഇവിടെ കണ്ടു അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്ന വാദങ്ങളല്ല. എന്തിന് തെളിവ്? തൗഹീദിനും സുന്നത്തിനും തെളിവ് എന്ന്. പിന്നെന്താണ്? ഫദക്കിർ ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ടാണ് ആളുകളെ ഉപദേശിക്കേണ്ടത്. ഖുർആൻ കൊണ്ട് സൂറത്ത് ഫുർഖാൻ ജാഹിദുഹും ബിഹീന, ഖുർആൻ കൊണ്ടാണ് ജിഹാദ് വേണ്ടത്. ഖുർആൻ ബോംബിടാൻ പറ്റൂലല്ലോ, ഖുർആൻ ആരെയും വെട്ടാനും കൊല്ലാനും വെടിവെക്കാനും പറ്റൂലല്ലോ. ഖുർആൻ കൊണ്ടുള്ള ഒരു ജിഹാദ് ഉണ്ട്. ആ ജിഹാദ് എന്താ? വദക്കിർ ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് ഉപദേശിക്കുക. ആരെയാണ് ഉപദേശിക്കേണ്ടത്? റബ്ബിന്റെ താക്കീതുകളെ ഭയപ്പെട്ട് ജീവിക്കുന്നവര്. ഇന്നമാ തുൻദിറു മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ് അല്ലേ? താങ്കൾ ഗുണദോഷിക്കേണ്ടത് റബ്ബിനെ ഭയപ്പെടുന്ന ആളുകളെയാണ്. ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്, റബ്ബിനെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഭയപ്പെടുന്ന ആളുകളെ ഉപദേശിക്കുക. അതിന് ഖുർആൻ ഉപയോഗിക്കും. ആയത്തുകൾ കൊണ്ട്, ഖുർആന്റെ ആയത്തുകൾ കൊണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ കൊണ്ടാണ് തൗഹീദും സുന്നത്തും നന്മയും ഇവിടെ പ്രചരിപ്പിക്കേണ്ടത്. ശിർക്കും ബിദ്അത്തും തിന്മകളും തടയേണ്ടതും അവ കൊണ്ടാണ്. ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞിരുന്നു, എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കാലത്ത് ക്രൂരനായ ഒരു ഗവർണർക്കെതിരെ പരാതി വന്നപ്പോൾ ആ ഗവർണറെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞത് മിസ്ലികൾ പോക്കിരികളാണ്, അവരെ അടി കൊടുക്കല്ലാതെ അവരെ നന്നാക്കിയെടുക്കാൻ കഴിയില്ലാണ് ഗവർണർ പറഞ്ഞത്. അപ്പൊ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞത്, നിനക്ക് ഈ പണിക്ക് പറ്റൂല എന്നുണ്ടെങ്കിൽ അതാണ് പറഞ്ഞാൽ പോലെ. ഖുർആനും ഹദീസും കൊണ്ട് നന്നാകാത്ത മനുഷ്യന്മാരെ പിന്നെ ഒരു ചൂരന് വേണ്ടിയിട്ട് അടിച്ചാൽ നന്നാകുന്ന എന്റെ വിചാരം ഇത് നിർത്തിക്കളാ, ഞാൻ വേറെ ആളാണ്ട് വിട്ടോളാം. ഗവർണർ സ്ഥാനത്ത് പിൻവലിച്ചു. കാരണം ജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയോ മർദ്ദിക്കുകയോ അല്ല, അതിനേക്കാളൊക്കെ മാരക പ്രകടശേഷിയോടെ ജനങ്ങളെ കീഴ്പ്പെടുത്തുന്ന അത്ഭുതമാകുന്നു പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും. അത് ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.